ഹലോ എവരിവൺ, യുവോട്സ് എസ് എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആർമിയുടെ ഫിസിക്കലിലേക്കുള്ള കാര്യങ്ങളാണ്. അതായത് ആർമിയുടെ 2025 CE എക്സാം ക്രാക്ക് ചെയ്ത പിള്ളേർ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നതാണ്, കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സ് എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മളോട് കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാം. NDAയുടെ എക്സാം, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ എക്സാം, ഇന്ത്യൻ എയർഫോഴ്സിന്റെ എക്സാം ഒക്കെ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്ത മാസം വരാൻ പോവാണ് അല്ലേ. അപ്പോൾ ഒരു 30 ഡേയ്സിന്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു 30 ഡേയ്സിന്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 499 രൂപ മുതലാണ് നമ്മളിത് പർച്ചേസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട മോക്ക് ടെസ്റ്റുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇനി വരാൻ പോകുന്ന പ്രോപ്പറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള NDAന്റെ എയർഫോഴ്സിന്റെ കോസ്റ്റ് ഗാർഡിന്റെ XY ഉണ്ട്, GD ഉണ്ട്, DP ഉണ്ട്, എല്ലാത്തിന്റെയും നമ്മൾ ഒരു ലക്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള പിള്ളേർ എന്ത് ചെയ്യുക, ഇതിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കുറച്ച് ഡിലേ ആവുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതിലാണ്, ക്ലാസ്സുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അതായത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കുറെ കിട്ടുന്നുണ്ട്, പക്ഷെ ക്ലാസ്സുകൾ എവിടുന്നും പ്രോപ്പറായിട്ട് മലയാളത്തിൽ കിട്ടുന്നില്ല. കൊടുക്കുന്ന ക്ലാസ് ആണ് അത്ര പ്രോപ്പർ അല്ല. അപ്പൊ അത് നമ്മളൊന്ന് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ അത് കഴിഞ്ഞാൽ ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ ടീം മൊത്തം ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആൾക്കാർക്കും എന്താ അറിയില്ല, ഇങ്ങനത്തെ ഒരു ചാനലുള്ള കാര്യം ഒന്നും അറിയില്ല. നമ്മുടെ പിള്ളേർ തന്നെ യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സുകൾ കണ്ട് പാസ്സായ പിള്ളേരുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കാം. അത് കണ്ടിട്ട് അവരിങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചാണ്. ഒന്ന് രണ്ടെണ്ണം ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ തരുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്ന കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. ഞങ്ങളിവിടെ നിങ്ങളെ പാസ്സാക്കാൻ ഒരു എക്സാമിൽ, അതായത് ചെറിയ പ്രായത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എക്സാംസിലേക്ക് പാസ്സാക്കാനാണ് ഞങ്ങളിവിടെ ഉള്ളത്. നിങ്ങൾക്ക് എന്താവശ്യം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എന്തിനും ഏതിനും യുവോട്സ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തിരിച്ചു വരാം. നോക്കടാ, ഇന്ത്യൻ ആർമിയുടെ എക്സാം വരാൻ പോണ ഡേറ്റ്, അതേപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. എല്ലാം CE പാസ്സായ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30 ദിവസത്തെ ഡെയിലി പ്ലാനും കാര്യങ്ങളെല്ലാം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാൻ മതി, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ, അതാ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഡയറക്റ്റ്ലി ഞാനായിരിക്കാം, ഈ നമ്പർ എൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്കൽ ഓക്കെ അല്ല, മെഡിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ സംശയങ്ങളുണ്ടാവും, എന്തിനും എന്നെ കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു മടിയും വേണ്ട. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? എല്ലാ ട്രേഡ്സിനും പണ്ട് എങ്ങനെയായിരുന്നു, GDക്ക് ഒരു ടൈമായിരുന്നു, അതേപോലെ ടെക്നിക്കലിന് ഒരു ടൈമായിരുന്നു ഓടിയെത്താൻ. അവർക്ക് ജസ്റ്റ് ഇപ്പോഴും ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷെ ടൈം 6.5 മിനിറ്റ് 6.25 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും 5.5 മിനിറ്റ് ആണ് കേട്ടോ. WMPന് ഒരു മാറ്റമുണ്ട്, വുമൺ മിലിറ്ററി പോലീസിനൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. അതേപോലെ ഈ മാസം 28-ാം തീയതി ഒക്കെ തൊട്ടിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റൻസിന്റെ എക്സാംസ് നടക്കാൻ പോവാണ് കേട്ടോ. ഫിസിക്കൽ നടക്കാൻ പോവാണ്. അത് ഈ മാസം തന്നെ നടക്കും. ഒരു അഡ്മിറ്റ് കാർഡിന്റെ ഡെമോ വെച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നാഷണൽ ഡിഫൻസ് അക്കാഡമി NDAന്റെ കോച്ച് പ്രോപ്പറായിട്ട് കൊടുക്കുന്ന കേരളത്തിലെ വൺ ഓഫ് ദ ഓൺലൈൻ അക്കാഡമി നമ്മളാണ് കേട്ടോ. അത് ഞാൻ ഉറപ്പിച്ച് പറയും. NDAക്ക് നമ്മൾ ചെയ്യുന്നത്ര അത്രയും വർക്ക് ചെയ്ത് പറയാനും കോച്ചിങ് കൊടുക്കുന്നില്ല. അതേപോലെ ഇന്ത്യൻ ആർമിയുടെ എക്സാം നെക്സ്റ്റ് വരുന്നത്, ഈ എക്സാം ഫെയിൽ ആയ ആൾക്കാർ ഒരു പേടിയും വേണ്ട മക്കളെ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു 0 ആണ്. നമ്മൾ ഈ 0 കോച്ചിങ് തുടങ്ങി ചിലപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങിയോടത്തെത്തും. പക്ഷെ നമ്മൾ തളരരുത്. നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റിലേക്ക്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയ അത്ര പേരൊന്നുമില്ല, എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ 1, 2, 3ാമത്തെ അറ്റംപ്റ്റ് കയറി പോയവരുണ്ട്. നിങ്ങൾ ഒരിക്കലും എക്സാം കിട്ടിയ എന്ന് നിർത്തിപ്പോകരുത് കേട്ടോ. ഇനി ഇതിന്റെ ഫിസിക്കൽ ഇഷ്യൂ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എയർഫോഴ്സിന്റെ എക്സാം വരുന്നതിന്റെ പിറ്റത്തെ വർഷത്തെയും അതിൽ 1 ഇയർ ബാച്ചുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതും നമ്മൾ കൊടുക്കുന്നത് അഫോർഡബിൾ പ്രൈസിന്. അതായത് നിങ്ങൾക്ക് ഇതൊക്കെ തരുന്നത് 2500 മുതൽ 3000 രൂപേന്റെ ഉള്ളിലാണ് നമ്മളെ കോഴ്സുകൾ വരുന്നത്. 3500 രൂപേന്റെ ഉള്ളിലാണ് നമ്മളെ കോഴ്സുകൾ വരുന്നത്. അതിന് നിങ്ങൾക്ക് SSCയുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളും, അതേപോലെ തന്നെ GDയുടെ SSC GDയുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ഒക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഇതിലൊക്കെ ജോയിൻ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മൾ നിങ്ങളെ പാസ്സാക്കാനാണ്. ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ തരും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇതിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാം കേട്ടോ. ഓക്കേടാ, ആദ്യം നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ ഡേറ്റ് നോക്കാം. ഡേറ്റിൽ ആദ്യം വരുന്നത് കർണാടകയാണ്. നമുക്ക് നോക്കണ്ട, കേരളത്തിൽ നടക്കുന്ന കറന്റ് പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരം അഥവാ നമ്മുടെ ഇടുക്കിയിൽ
ട്രിവാൻഡ്രം ARO കാലിക്കറ്റ് ARO നടക്കാൻ പോകുന്നത് ഇടുക്കിയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. കറണ്ട് ഇത് പ്രകാരം ഇടുക്കിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഡീറ്റെയിൽ സാധനങ്ങൾ നമ്മളെ അതായത് എവിടെ കറക്റ്റ് കഴിഞ്ഞ വർഷം നമുക്കറിയാം നമ്മൾ ഇങ്ങനെ സെപ്റ്റംബറിൽ നടക്കുന്നൊക്കെ പറയുന്നത് നടന്നത് എവിടെയാണ്, ജനുവരി ഒക്കെ ആയപ്പോഴാണ് നടന്നത്. അത് അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാവാം. കറന്റ്ലി ഇതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് 10 മുതൽ 16 സെപ്റ്റംബറിനുള്ളിലാണ് എന്ത് നടക്കാൻ പോണത്, എക്സാംസ് നടക്കാൻ പോണത്, ഫിസിക്കൽ നടക്കാൻ പോണത്. ട്രിവാൻഡ്രം അതേപോലെ ഓൾ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള, അതായത് ട്രിവാൻഡ്രം ARO കാലിക്കറ്റ് ARO എവിടെ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇടുക്കി വെച്ചിട്ടാണ് നടക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പുകളിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് AROന്റെ കീഴിൽ വരുന്നതെന്ന് പറഞ്ഞുതരാം. കോഴിക്കോടുണ്ട്, വയനാടുണ്ട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, ഇതൊക്കെയാണ് എന്ത് വരുന്നത് നോർത്ത് കേരള റീജിയണിൽ വരുന്നതാണ് കാലിക്കറ്റ് AROയിൽ വരുന്നത്. ആൻഡ് ട്രിവാൻഡ്രം AROന്റെ കീഴിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, ഇത്രയാണ് എന്തിൽ വരുന്നത് ട്രിവാൻഡ്രം AROന്റെ കീഴിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്നുള്ളൂ. കുറെ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാലക്കാട് ഏത് AROയിലാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ വന്നൊരു ഇതാണ്, നമ്മുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് നമ്മുടെ ആർമിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളെ ലോഗിൻ പോർട്ടലിൽ പോയാൽ മതി. നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ ഇതുണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും. ഇത് QR കോഡാണ്, ഇതവിടെ സ്കാൻ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങളുടെ എന്തുണ്ടാവും, ഫോട്ടോ അവർ തരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്പോർട്ട് സൈസ്, ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളവിടെ ഒട്ടിക്കണം കേട്ടോ. അതേപോലെ തന്നെ സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് കണ്ടോ, ഇത് നഴ്സിംഗ് അസിസ്റ്റന്റ് വന്ന ഒരു അഡ്മിറ്റ് കാർഡാണ്. ഇവിടെ നിങ്ങളുടെ വെന്യൂ ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് റിപ്പോർട്ട് ഉണ്ടാവും. യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസസ് റേച്ചൂർ ആണ്, കർണാടകയിലെ ഒരു ഉൾഗ്രാമമാണ് റേച്ചൂർ എന്ന് പറയുന്നത്. റേച്ചൂർ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ഡേറ്റ് ഉണ്ടാവും 23/8/2025 4 AM. അപ്പോൾ 23-ാം തീയതി 8/23 രാവിലെ 4 മണിക്കാണ് അവിടെ എത്തേണ്ടത് ഈ പയ്യൻ. അപ്പൊ ഇവൻ എന്ത് ചെയ്യണം, തലേന്നേ അവിടെ പോയിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവണം അല്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും നോക്കുക, അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാവും. അപ്ലിക്കൻസിന്റെ നെയിം എന്താണ്, അച്ഛന്റെ പേരെന്താണ്, അതേപോലെ കെയർ ഓഫ്, അത് അങ്ങനെ മൊത്തം ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. ആൻഡ് ഇത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങളെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങളെ ആധാർ കാർഡും അതേപോലെ തന്നെ ഇതായിട്ട് തെറ്റൊന്നും വരാതെ. ഇവിടെ കാണാം ARO, ഏത് AROന്റെ എക്സാം ആണ്. അതേപോലെ തന്നെ ബാംഗ്ലൂർ ZR റീജിയണൽ ഓഫീസ് ഏതാണ്, ഇവിടെയാണ് വില്ലേജ്. അതേപോലെ അവന്റെ ബാക്കി കൊട്ടാരക്കര ബാക്കി ഡീറ്റെയിൽസ് ആണ് അവിടെ വരുന്നത്. ആൻഡ് ക്വാളിഫയിങ് കോഴ്സിൽ നിന്ന് 12th ആണ്. അതേപോലെ തന്നെ 12th ബേസിലാണ് നമുക്ക് നഴ്സിംഗ് അസിസ്റ്റന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അഡ്മിറ്റ് കാർഡ് എന്തായാലും നിങ്ങൾ CE എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കയ്യിൽ വെച്ചോണം കേട്ടോ. ആൻഡ് ഡോക്യുമെന്റ്സ് റിക്വയർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ വീഡിയോ മൊത്തത്തിൽ യൂട്യൂബ് വീഡിയോ തന്നെ കുറച്ച് ഷോർട്ട് ലെങ്ത് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. കാൻഡിഡേറ്റ് ഷുഡ് ബ്രിങ് ദ ഫോളോവിങ് ഡോക്യുമെന്റ്സ് ലിസ്റ്റഡ്. ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ആദ്യം നിങ്ങൾ ഓൺലൈൻ അഡ്മിറ്റ് കാർഡ് ക്വാളിറ്റി പ്രിന്റ് ആയിരിക്കണം നിങ്ങൾ അഡ്മിറ്റ് കാർഡിന്റെ. ഈ വന്ന കാണിച്ചത് അഡ്മിറ്റ് കാർഡില്ലേ, ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ CEന്റെ എക്സാമിന്റെ അഡ്മിറ്റ് കാർഡും കൂടി കൊണ്ടുപോകണം കേട്ടോ. അത് ഇതിൽ ഞാൻ കൊടുത്തിട്ടില്ല. CE എക്സാമിന്റെ അഡ്മിറ്റ് കാർഡും കൂടി നിങ്ങൾ കൊണ്ടുപോകണം കേട്ടോ, മറക്കരുത്. CE എക്സാമിന്റെ അഡ്മിറ്റ് കാർഡും കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഈ വന്ന അഡ്മിറ്റ് കാർഡ് ലേസർ പ്രിന്റ് എടുക്കാം മാക്സിമം. കളർ ഫോട്ടോകോപ്പി പോലും ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മങ്ങിയ പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ലേസർ കോപ്പി എടുക്കാന്ന് പറഞ്ഞാൽ ആകെ 10-15 രൂപയുള്ള മക്കളെ കേട്ടോ. പിന്നെ സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർക്ക് ഷീറ്റ് ഒറിജിനൽ, ഞാൻ അവിടെ ബോൾഡ് ആക്കി കൊടുത്തിട്ട് ഒറിജിനൽ ആണ് വേണ്ടത്. അതായത് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് കൊണ്ടുപോകുന്നത് മക്കളെ. ഫോട്ടോ കോപ്പി കൊണ്ടുപോയി ചേർത്ത് കുറെ പൊട്ടന്മാര് കളർ ഫോട്ടോ കോപ്പി എടുത്ത് പോയിട്ട് കാര്യമില്ല, അവർ അവിടുന്ന് കയറിയിട്ട് തിരിച്ചു പോരേണ്ടി വരും. ഒറിജിനൽ ഈ ഡോക്യുമെന്റ്സ് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഡോക്യുമെന്റ്സ് കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഫിസിക്കലി കിട്ടിയാൽ മാത്രം ഡോക്യുമെന്റ്സ് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയും. അതിന് നിൽക്കരുത് മക്കളെ. കഴിഞ്ഞ പ്രാവശ്യം 1-2 അബദ്ധങ്ങൾ പറ്റിയാണ്. പാൻ കാർഡ് ഒക്കെ വേണം, മാൻഡറ്ററി ആണ്. അത് പാൻ കാർഡ് അതേപോലെ തന്നെ 4 ദിവസമൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് സബ്മിഷൻ ടൈം കിട്ടുക. 2-ാം തീയതി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ട് 7-ാം തീയതി ആയപ്പോഴേക്ക് എന്ത് ചെയ്യണമായിരുന്നു, ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 5 ദിവസമൊക്കെ ആകെ കിട്ടിയിട്ടുള്ളത്. 5 ദിവസത്തിനകം അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതിനകം ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഡിലേ ആയി കഴിഞ്ഞാൽ ഇതിൽ കുറെ ഈ നമ്മളെ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്, അഫിഡവിറ്റ് ഒക്കെ നല്ല പണിയെടുത്താണ്. നമ്മളൊരു നോട്ടറി വക്കീലിന് കൊടുത്തിട്ട് അവിടെ നിന്നൊക്കെ എടുക്കുകയൊക്കെ വേണം. അപ്പൊ അതിനൊന്നും നിൽക്കരുത്. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് എന്തായാലും നിങ്ങൾ ചെയ്യണമല്ലോ. ഇത് ഏത് എക്സാമിനും ആണെങ്കിലും വേണ്ട ഡോക്യുമെന്റ്സ് അതൊക്കെ. അപ്പൊ ഇത് എന്തായാലും കൊണ്ടുപോവാ. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഓക്കെ. പിന്നെ ഇനി 8 പാസ്സായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, കൊണ്ടുപോകേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ 8ാം ക്ലാസ്സിന്റെ പാസ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. അതേപോലെ കൊണ്ടുപോകേണ്ടതാണ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, അതേപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകട്ടോ. ഈ ട്രേഡ്സ്മാൻ 8th ക്ലാസ്സിന് മാത്രമാണ് ഇത് വേണ്ടത്. പിന്നെ TC നിർബന്ധമാണ് മക്കളെ. ഇനിയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ TC കിട്ടില്ല. ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, TCക്ക് പകരം ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. അതാണെങ്കിലും മതി കേട്ടോ. ഇപ്പൊ കോളേജ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് TC കിട്ടില്ല. TC കിട്ടിയാൽ നിങ്ങൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്, അത് കിട്ടില്ല. നിങ്ങൾക്ക് പകരം ബോണഫൈഡ് കിട്ടും. രണ്ടാണെങ്കിലും മതി കേട്ടോ, TC ഓർ ബോണഫൈഡ്. ബോണഫൈഡ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയാത്ത കുട്ടികളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത്, അവിടെ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് സ്കൂളും ആ കോളേജ് ആണെങ്കിലും പ്രത്യേകം ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ മെൻഷൻ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ടെലഗ്രാം ഗ്രൂപ്പിലോ ഇട്ട് തരാം കേട്ടോ. പിന്നെ സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഓക്കെ. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ തഹസിൽദാർ ഓർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. തഹസിൽദാർ എടുത്ത് പോയിട്ട് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇത് ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ് വേണ്ടത് കേട്ടോ. തഹസിൽദാർ എടുത്ത് പോയിട്ട് നേരിട്ട് വാങ്ങണം, ഓൺലൈനിൽ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ കാസ്റ്റ് ഓർ ക്ലാസ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തഹസിൽദാർ എടുത്ത് തന്നെ നിങ്ങൾ ഏത് കാസ്റ്റ് ആണെന്നുള്ളത് തെളിയിക്കുന്നത്. ഓക്കെ. ഇനി അൺമാരിഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ വില്ലേജ് ഓർ അൺമാരിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളെ വില്ലേജിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ വാങ്ങിയാൽ മതി. മുനിസിപ്പൽ ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാങ്ങാം കേട്ടോ, നിങ്ങൾ മാരീഡ് അല്ല എന്ന് കാണിക്കുന്നത്. പിന്നെ ആധാർ കാർഡ് ആൻഡ് ആണ് മക്കളെ, ഇവിടെ ഓർ അല്ല. കുറെ പൊട്ടന്മാര് ആധാർ കാർഡ് മതിയാ അല്ലെങ്കിൽ പാൻ കാർഡ് വേണ്ടെന്ന് പറയുന്നുണ്ട്. മക്കളെ ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡാണ്. അതായത് ആധാർ കാർഡും വേണം, അതിന്റെ കൂടെ പാൻ കാർഡും വേണം. 18 വയസ്സായില്ലേലും ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫോട്ടോ ഇല്ലാത്ത പാൻ കാർഡ് കിട്ടും, അത് മതി. ഓക്കെ. പാൻ കാർഡ് കിട്ടൂല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. 18 വയസ്സായില്ലേലും പാൻ കാർഡ് കിട്ടും കേട്ടോ. പിന്നെ 20 കോപ്പീസ്, ഇനി മെഡിക്കൽ അസിസ്റ്റന്റ് ആണെങ്കിലും 20 കോപ്പീസ് കൊണ്ടുപോയി ഒരു 25 കോപ്പീസ് അവിടെ എത്തിയിട്ട് 19 കോപ്പി ഉണ്ടാവുള്ളൂ. ഒരു ഫോട്ടോ എവിടെയെങ്കിലും ചിലപ്പോൾ എടുക്കുമ്പോഴൊക്കെ മിസ്സായിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ 20 കോപ്പിയാണ് പറഞ്ഞത്, 25 കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം. അതിന് 20 കോപ്പി അവിടെ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. അത് 90 ദിവസത്തിനുള്ളിലാവുന്നത്. ഞാൻ വീണ്ടും പറയാം, 20 കോപ്പി പറഞ്ഞാൽ എണ്ണി പിടിച്ച് പിശിക്കാൻ നിൽക്കണ്ട. 25 കൊണ്ടുപോവുക. 3 മാസത്തിനുള്ളിൽ എടുത്ത സാധനമായിരിക്കണം. 4x5 സെന്റിമീറ്ററും 3x5 സെന്റിമീറ്ററും ആയിരിക്കണം പിടുത്തും കാര്യങ്ങളൊക്കെ വരേണ്ടത്. എടുക്കുന്ന സമയത്ത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, മാക്സിമം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക, ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. ആൻഡ് എടുക്കുന്നതിന് മുമ്പ് ആ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് നല്ല വൃത്തിക്കായിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. ആൻഡ് ഡിഫറെന്റ് ഓർ കമ്പ്യൂട്ടർ സൈസ് ഫോട്ടോഗ്രാഫ് വിൽ ബി നോട്ട് അക്സെപ്റ്റഡ്. വ്യത്യസ്തമായിട്ടുള്ളതും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കൊണ്ട് കുറെ എഡിറ്റ് ചെയ്ത് വിളിപ്പിക്കാൻ നിൽക്കണ്ട, അത് അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. ഫോട്ടോഗ്രാഫ് ഷുഡ് നോട്ട് ബി അറ്റസ്റ്റഡ്. അതായത് ഫോട്ടോഗ്രാഫ്സ് എന്ത് ചെയ്യേണ്ട, അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാണ്. അതായത് ക്യാപ്പും അതുപോലെ കാര്യങ്ങളൊന്നും ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെക്കരുത്. പിന്നെ ഫേസ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് മസ്റ്റ് ക്ലിയർ ഷോയിങ് ബോത്ത് ഇയേഴ്സ്. അതായത് നിങ്ങളെ ചെവിയൊക്കെ പ്രോപ്പറായിട്ട് കിട്ടണം. അതായത് ക്രോപ്പ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരുന്ന പരിപാടി ഒന്നും വേണ്ട. കുറെ ആൾക്കാർ കളറിൽ എടുത്തിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാറൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട കേട്ടോ. പിന്നെ NCC ഓർ ITI ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാം, അതിന്റെ 2 കോപ്പീസ് കൊണ്ടുപോകാം കേട്ടോ. NCC സ്പോർട്സ് ഒക്കെ ഉള്ള ആൾക്കാർ അതിന്റെ 2 കോപ്പിയും കൊണ്ട് പോവാ കേട്ടോ. മാക്സിമം ഒന്നുണ്ടല്ലോ 2 കോപ്പി പറയുന്നുണ്ട്. പിന്നെ ഒരു അഫിഡവിറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നോട്ടറി വക്കീലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം കേട്ടോ. അത് ഓക്കെ മക്കളെ. പോലീസ് ക്ലിയർ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അടുത്ത കാണുന്നത്. അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ PCC നമ്മൾ പറയാറുണ്ടായിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല, ലൈസൻസ് ഇല്ലാത്ത വെച്ച് വാഹനം ഓടിക്കാൻ പാടില്ല, ലൈസൻസ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും വണ്ടി ഓടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ അത് ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാൻഡറ്ററി ആണ്, ഇത് നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. പിന്നെ അണ്ടർടേക്കിംഗ് അറ്റാച്ച്ഡ് ആസ് അപ്പൻഡിക്സ് വിത്ത് ഈ അപ്പൻഡിക്സ് എടുക്കുക, അഫിഡവിറ്റും കാര്യങ്ങളൊക്കെ എടുക്കില്ലേ, ഇതെല്ലാം കൂടെ അഡ്മിറ്റ് കാർഡിന്റെ കൂടെ ഇത്രയും ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തിട്ട് പോകണം. ഇതിന്റെ കാര്യത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സാർ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കുക, അതിനും വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഓക്കെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. അതുകൊണ്ടാണ് വേറെ ആരും ഓപ്പൺ ആയിട്ട് നമ്പർ കൊടുക്കുക. ഞാൻ എന്റെ നമ്പറാണ് നിങ്ങൾക്ക് തരുന്നത്. എനിക്ക് ദിവസം നല്ല കോൾസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പിൽ ഞാൻ എന്തായാലും 1, 2, 3 മണിക്കൂറിനൊക്കെ ഫ്രീ ആവുന്ന മെസ്സേജ് റിപ്ലൈ തന്നോണ്ടേ ഇരിക്കും മക്കളെ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ. ഞാനതുകൊണ്ടാണ് എന്റെ നമ്പർ തന്നെ തരുന്നത്. നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും വേറെ ഉള്ളവരിൽ നിന്ന് മിസ്കൺസെപ്റ്റ് ഒന്നും കിട്ടരുത് കരുതിയിട്ട് കേട്ടോ. ആൻഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് വരുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് നോക്കടാ. അതായത് കർണാടക, കേരള ഒക്കെ നമുക്ക് വരുന്നത് നോക്കിയേ 165 സെന്റിമീറ്റർ ആണ് നമുക്ക് ഹൈറ്റ് വരുന്നത് കേട്ടോ. 77 സെന്റിമീറ്റർ പ്ലസ് 5 സെന്റിമീറ്റർ ആണ് ചെസ്റ്റിന്റെ. നോർമൽ ആയിട്ടിരിക്കുന്ന സമയത്ത് 77. നമ്മൾ എക്സൈൽ ചെയ്യില്ലേ, ഇങ്ങനെ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും വേണം. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ. ഫിസിക്കൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കി പേർക്കാണ് വരുന്നത് അല്ലെ. അതായത് പിന്നെ വരുന്നത് സ്പെഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ്. ലക്ഷദ്വീപ് മാഹിയൊക്കെ ആണെങ്കിൽ സെയിം ആണ്. പിന്നെ ലക്ഷദ്വീപിന് അങ്ങോട്ടൊക്കെ കുറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് മാഹി എന്നൊക്കെ പിള്ളേരുണ്ടാവും അല്ലെ.
സെറ്റിലേഴ്സ് ആണെങ്കിൽ 165 ഉണ്ടാവും, 77 ചെസ്റ്റ് വേണ്ടത്, അതിന്റെ സെയിം തന്നെയാണ്. പിന്നെ ലോക്കൽസ് ആണെങ്കിൽ 155, 10 സെന്റിമീറ്റർ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ റിക്രൂട്ട്മെന്റ് റാലി, അതായത് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ വരുന്നത് 5 മിനിറ്റും 45 സെക്കൻഡും ഉണ്ടാവും. നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അതായത് ഈ ഒരു ടൈം കൊണ്ട് നിങ്ങൾ ഓടി കയറിയാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, അതിന് മാർക്ക് ഉണ്ടാവില്ല. ബീൻ പുള്ളപ്സ് ഉണ്ടാവും, അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. 9 ഫീറ്റ് ഡിച്ച് ഉണ്ടാവും, ക്വാളിഫൈ ചെയ്താൽ മതി. ഇത് 10 ഒക്കെയാണ് ഉണ്ടാവും, അതൊക്കെ ക്വാളിഫൈ ചെയ്താൽ മതി. സിഗ്സാഗ് ബാലൻസ് ഉണ്ടാവും, അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് മാർക്ക് ഉണ്ടാവില്ല. ഇത് ഓടി കയറിയാൽ മതിടാ. 5 മിനിറ്റും 45 സെക്കൻഡും കൊണ്ട് ഈ ടൈം കൊണ്ട് നിങ്ങൾ 1.6 കിലോമീറ്റർ ഓടി കയറിയാൽ മതി കേട്ടോ. ആൻഡ് വുമൺ മിലിറ്ററി പോലീസ് ആണെങ്കിൽ ഹൈറ്റ് വരുന്നത് ഇവിടെയും വെയിറ്റ് വേണ്ടത് 50 കിലോഗ്രാം ആണ് കേട്ടോ. ഏതൊരു എക്സാമിന് പോകുന്ന കുട്ടിയാണെങ്കിലും ശരി, നിങ്ങൾക്ക് വെയിറ്റ് വേണ്ടത് 50 കിലോഗ്രാം ആണ്. അതേപോലെ വുമൺ മിലിറ്ററി പോലീസിന് നിങ്ങൾക്ക് 162 ഹൈറ്റ് വേണ്ടത്. മക്കളെ 162 ഹൈറ്റ് ഉണ്ടാവണം, മാൻഡറ്ററി ആണ്. ഇനി ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് ഹൈറ്റ് കൂട്ടാനുള്ള ചെറിയ ചെറിയ ജിമ്മിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പോയിന്റ് സംതിങ് ഒക്കെ കൂടുള്ളൂ. ഭയങ്കരമായിട്ട് ഹൈറ്റ് ഒന്നും കൂടുതൽ എക്സ്പെക്ട് ചെയ്യരുത് മക്കളെ. വെയിറ്റ് വരുന്നത് 50 കിലോഗ്രാം മാൻഡറ്ററി ആണ്. 46 ഇതിലൊക്കെ ഉള്ള പിള്ളേരെ എങ്ങനെയെങ്കിലും 50 എത്തിക്കുക കേട്ടോ. നന്നായിട്ട് ഫുഡ്, ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെ മാക്സിമം കഴിക്കുക. എന്നിട്ട് ആ ഒരു റേഞ്ചിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുക. നിങ്ങൾക്ക് ഗ്രൂപ്പ് 1, അതായത് ഗ്രൂപ്പ് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗ്രൂപ്പ് 1 ഉണ്ടാവും, ഗ്രൂപ്പ് 2 ഉണ്ടാവും. 7 മിനിറ്റ് കൊണ്ട് എഴുതി കയറുന്ന ആൾക്കാർക്ക്, 7 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടി കയറുന്ന ആൾക്കാർക്ക് 60 മാർക്ക് കിട്ടും. പിന്നെ 10 ഫീറ്റ് ലോങ് ജമ്പ് ക്വാളിഫൈ ചെയ്താൽ മതി. 3 ഫീറ്റ് ഹൈ ജമ്പ് ക്വാളിഫൈ ചെയ്താൽ മതി. ഇനി ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് ഓടി കിട്ടുന്ന ആൾക്കാർക്ക് 48 മാർക്കേ കിട്ടുള്ളൂ മക്കളെ. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 7.5 മിനിറ്റ് കൊണ്ട് ഓടി കയറാൻ നോക്കണം കേട്ടോ. 7.5 മിനിറ്റ് കൊണ്ട് മാക്സിമം ഓടി കയറാൻ നോക്കാൻ പറ്റും. നിങ്ങൾ ഡെയിലി രാവിലെ ഒരു 6:30 എണീച്ചിട്ട് എന്ത് ചെയ്യുക, ഫിസിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളൊരു പ്ലാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന പിള്ളേർ നല്ല രീതിയിലുള്ള, അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന പിള്ളേര് നല്ല രീതിയിലുള്ള ഔട്ട്കം തന്നെയാണ് പറയുന്നത് കേട്ടോ. അത് നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാക്കിയ സാധനമാണ് കേട്ടോ. ഇനി ആർമി GD, അതേപോലെ ക്ലർക്ക്, ട്രേഡ്സ്മാൻ, ടെക്കിനൊക്കെ ഈ പ്രാവശ്യം ഒരേ ഫിസിക്കൽ മാൻഡറ്ററി ആണ് വരുന്നത്. 5.5 മിനിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മാറ്റമൊന്നുമില്ല. ആൻഡ് ഹൈറ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 166 GDക്ക് വരുന്നത്. 77 + 5 സെന്റിമീറ്റർ തന്നെയാണ് ചെസ്റ്റ് വരുന്നത്. വെയിറ്റ് 50 കിലോഗ്രാം. എല്ലാത്തിലും 50, വലുതായിട്ട് 50 വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് അഗ്നിവീർ ടെക്ക് വരികയാണെങ്കിൽ 161 സെന്റിമീറ്റർ കുറവുണ്ടാവും. 77 + 5 തന്നെയാണ് ചെസ്റ്റ് വരുന്നത് കേട്ടോ. ആൻഡ് ഓഫീസ് അസിസ്റ്റന്റ് ഓർ സ്റ്റോർ കീപ്പർ ടെക്നിക്കലാണ് വരുന്നത്. 162 ഹൈറ്റ് വരുന്നത്. 77 + 5 തന്നെയാണ് ചെസ്റ്റ്. എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കട്ടോ മക്കളെ. അതേപോലെ ട്രേഡ്സ്മാൻ 10th പാസ്, അതേപോലെ ഡ്രസ്സർ, ഷെഫ്, സ്റ്റോഡൊക്കെയാണ് വരുന്നത്. 166 തന്നെയാണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെയും ചെസ്റ്റിന് മാറ്റമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്താ പറ്റുന്നതാണ്, ഒരു ബോഡി BMI ചാർട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്, അത് നോക്കാവുന്നതാണ്. ബട്ട് ഞാൻ പറയുന്നത് 50 കിലോഗ്രാം മാക്സിമം മിനിമം നിങ്ങൾ കീപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളെ ഇത് വരുന്നത് ഫിസിക്കൽ വരുന്നത് മക്കളെ ഈ പ്രാവശ്യം ഫിസിക്കല് ആർമി ആണെങ്കിലും ശരി, ആർമിയിൽ GD ആണെങ്കിലും ശരി, ട്രേഡ്സ്മാൻ ആണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അതായത് ഫിസിക്കലിന്റെ കാര്യങ്ങൾ ഒരേ ടൈം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോ ഇത് എല്ലാം അതുകൊണ്ട് തന്നെ 2ഉം 3ഉം കിട്ടിയ ആൾക്കാർക്ക് ഒരൊറ്റ ഫിസിക്കലേ ഉണ്ടാവുള്ളൂ. അത് കിട്ടിയ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ ഓപ്ഷണൽ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് 30 സെക്കൻഡ്സ് ആണ് എന്തുണ്ടാവുക ഗ്രൂപ്പ് 1 GD ആണെങ്കിൽ, എല്ലാം ആണെങ്കിലും അങ്ങനെ ആയിരിക്കും. 5 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടി കയറി കഴിഞ്ഞാൽ 60 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ബീം പുള്ളപ്പിന് 10 മാർക്ക്, 10 മാർക്ക്. അങ്ങനെ പിന്നെന്തുണ്ടാവും, 9 ഫീറ്റ് ഡിച്ച് ഉണ്ടാവും. നിങ്ങൾ ചാടി കിടന്നാൽ മതി. സിക്സാങ് ബാലൻസിന് ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 40 മാർക്കിട്ട് നിങ്ങൾ ക്വാളിഫൈ ആവും കേട്ടോ. അതേപോലെ തന്നെ ഗ്രൂപ്പ് 2 5 മിനിറ്റ് 31 സെക്കൻഡ്സും ആണ് ഉണ്ടാവുക. ഓക്കെ, അതായത് 5 മിനിറ്റ് 35 സെക്കൻഡ് അല്ല, 5 മിനിറ്റ് 45 സെക്കൻഡ് വരെയാണ് എന്ത് വരുന്നത് ഗ്രൂപ്പ് 2 വരുന്നത്. ആൻഡ് മാക്സിമം നമ്മൾ ഗ്രൂപ്പ് 1 തന്നെ ഓടിക്കയറണം. എന്നാൽ നമുക്ക് എന്തായാലും ഇത് ഉറപ്പിക്കാം മക്കളെ. എക്സലന്റിൽ നമ്മൾ ഓടിക്കയറുന്ന വേണം കേട്ടോ. നമ്മൾ അതിന് താഴേക്കുള്ളതിനെ പറ്റി ചിന്തിക്കുന്ന പോലില്ല. ഞാൻ ജസ്റ്റ് ഇത് പറയുന്നു എന്നുള്ളൂ കേട്ടോ. 48 മാർക്കാണ് അവിടെ വരുന്നത്. ബീം പുള്ളപ്പിന് 9 ഉണ്ടാവും. ബാക്കിയൊക്കെ നീറ്റ് ക്വാളിഫൈ തന്നെയാണ് കേട്ടോ. എല്ലാം സെയിം തന്നെയാണ്. ആൻഡ് പിന്നെന്തുണ്ട്, 5 മിനിറ്റ്സ് ഉണ്ട്, 46 സെക്കൻഡ് ഉണ്ട്. 36 മാർക്കാണ് അതിന് കിട്ടുക. ബീം പുള്ളപ്പ് 8 മാർക്ക്, 8 ഉണ്ടാവും കേട്ടോ. അത് ബീം പുള്ളപ്സ് 8 മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ബട്ട് ഞാൻ പറയുന്നത് ശരിക്കും ഓർക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം
ഈ ഫസ്റ്റത്തെ ഞാൻ ബാക്കിയൊന്നും കൺസേൺ പോലും ചെയ്തില്ല. എന്റെ മക്കൾ എന്ത് ചെയ്യണം, ഒരു ഫണ്ട് തന്നെ ഓടിക്കാരണം, പ്രോപ്പറായിട്ട് ഫിസിക്കൽ നോക്കുക, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. രാത്രി നിങ്ങളൊരു 10 മണിക്ക് മൊബൈൽ എന്നുള്ള സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടാവണം. മാൻഡറ്ററി ആണ് മക്കളെ. നിങ്ങളെ മൈൻഡിനെ ഏറ്റവും കൂടുതൽ കാർന്ന് തിന്നുന്നത് നിങ്ങളുടെ മൊബൈലാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, മടി വരുന്നതിനൊക്കെ മെയിൻ റീസൺ നമ്മുടെ മൊബൈൽ ഫോണാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ മക്കളെ. ഞങ്ങൾ ഇങ്ങനെ ക്ലാസ് കൊടുക്കാനും ഇതിനും വേണ്ടിയൊക്കെ തുടങ്ങി. ഇതേപോലെ സമയത്ത് ഞങ്ങളെ എഫിഷ്യൻസിനെ കുറച്ചത് മൊബൈൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങളെ എഫിഷ്യൻസിനെ പോലെ അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. മൊബൈൽ മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് എന്താണെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരു മാസം ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് നിങ്ങളുടെ ലൈഫിൽ ഒരു ജോബാണ്. ഇനി അതല്ല, അത് ഉഴപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു വർഷം പോവാണടാ. അതുകൊണ്ട് ഒരിക്കലും ഉഴപ്പരുത് പിള്ളേര്. മാക്സിമം ഇതിൽ നമുക്ക് 5.5 മിനിറ്റിൽ എല്ലാത്തിലും ഓടിക്കേറാൻ പറ്റിയിട്ടുണ്ടാവണം കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം, മാക്സിമം മാർക്ക് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് ബോണസ് മാർക്കുകൾ കിട്ടും. അതായത് സൺ ഓഫ് എക്സ് സർവീസ് മാൻ ഒക്കെ ആണെങ്കിൽ 20 മാർക്ക് വെച്ചിട്ടൊക്കെ കിട്ടും. ടെക്നിക്കൽ ട്രേഡ്സ് മാൻ ഒക്കെ ആണെങ്കിൽ, ഇന്റർനാഷണൽ സ്പോർട്സ് മാനിൽ ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ 20 മാർക്ക് വെച്ച് കിട്ടും. അതേപോലെ നാഷണൽ മെഡലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്ക് വെച്ച് എല്ലാത്തിനും കിട്ടുന്നുണ്ട്. അങ്ങനെ NCCയുടെ സർട്ടിഫിക്കറ്റ്സിനൊക്കെ ഇവിടെ ഡിസ്ട്രിക്ട് മെഡലിസ്റ്റിനൊക്കെ കിട്ടും 5 മാർക്ക് വെച്ച് കിട്ടുന്നുണ്ട്. NCC A B C ആണ്. A ആണെങ്കിൽ 5 ഉണ്ടാവും, C ആണെങ്കിൽ 20 മാർക്ക് വെച്ച് 15 ഒക്കെ വെച്ച് കിട്ടുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ O ലെവൽ IT സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 15 മാർക്ക് ക്ലർക്കിനോ ഇത് കിട്ടുന്നതാണ്. ITI ഡിപ്ലോമ ഉണ്ട്. പിന്നെ ഡിപ്ലോമ 2 or 3 ഉണ്ടെങ്കിൽ 30 മുതൽ 50 മാർക്ക് വരെ ടെക്നിക്കലിന് കിട്ടുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് മതി അവിടെ. പിന്നെ സിയുടെ പോളിസി അപ്ഡേറ്റ് പ്രശ്നം നിങ്ങൾ ഈ വർഷം നമുക്ക് CE LD ചെയ്തിരിക്കുന്നത് കോമൺ CE ആണ് നമുക്ക് LD ചെയ്തിരിക്കുന്നത് അല്ലെ. ആൻഡ് മെനി കാൻഡിഡേറ്റ്സ് പാസ് മൾട്ടിപ്പിൾ ട്രേഡ്സ്. അപ്പോൾ PFT ഈസ് സ്റ്റിൽ കണ്ടക്ടഡ് വിത്ത് ട്രേഡ് വൈസ് സ്റ്റാൻഡേർഡ്സ്. ട്രേഡ് വൈസ് സ്റ്റാൻഡേർഡ്സിൽ തന്നെയാണ് PFTകൾ കണ്ടക്ട് ചെയ്യുക. എ കാൻഡിഡേറ്റ് ഹു പാസ്ഡ് ബോത്ത് ടെക് ആൻഡ് GD മേ സ്റ്റിൽ ബി ടെസ്റ്റഡ് വിത്ത് GD ടൈമിംഗ്. അതായത് നിങ്ങളിപ്പോ ടെക്കും പാസ്സായിട്ടുണ്ടാവും, GDയും പാസ്സായിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ടെക്കും GDയും പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ തന്നെ ആയിരിക്കും, ഏതിന്റെ സ്റ്റാൻഡേർഡിലായിരിക്കും? GDയുടെ 5.5 മിനിറ്റ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓടുന്നത്. അതാണ് നമ്മളവിടെ കണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെന്തായിരുന്നടാ? ബട്ട് യൂഷ്വലി ഓൺലി 1 PFT ഈസ് കണ്ടക്ടഡ് പെർ കാൻഡിഡേറ്റ്സ്. പക്ഷെ നിങ്ങൾക്ക് ഒരൊറ്റ PFT ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് 2 പാസ്സായവർക്ക് 2 ഉണ്ടാവില്ല, 1 മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ചുരുക്കം. അടുത്ത് നോക്കിക്കോളൂ, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. ഈ പ്രാവശ്യം എന്ത് ചെയ്യില്ല, അഡാപ്റ്റബിലിറ്റിയുടെ കഴിഞ്ഞ വർഷം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഈ വർഷം അത് ഉണ്ടാവാൻ പോകുന്നില്ല. മക്കളെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മെഡിക്കലിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യിച്ചേക്കാം. അത് ഒരു അഡാപ്റ്റബിലിറ്റി ഒരു ചെറിയൊരു കഴിഞ്ഞ വർഷം നമ്മൾ പോയ ഒരു പയ്യനെ കൊണ്ട് ഇപ്പം ബാംഗ്ലൂര് സെറ്റാറിന്റെ കീഴിൽ വർക്ക് ചെയ്യണം, അവിടുത്തെ ട്രെയിനിങ് ക്യാമ്പിലുണ്ട്. അവനെ കൊണ്ട് ഇതേപോലെ ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്യിച്ചായിരുന്നു. അതേപോലെ മദ്രാസ് റെജിമെന്റിൽ നമ്മളെ പയ്യനെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ചെറിയ രീതിയിൽ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മാക്സിമം നല്ല വൃത്തിയിൽ ചെയ്തു കൊടുക്കാം. അതൊരു അഡാപ്റ്റബിലിറ്റി ആയിട്ടാണ്. നിങ്ങൾ അതിന് എന്ത് ജോലി കിട്ടിയാലും ചെയ്യുമോ, അങ്ങനെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യണത് കേട്ടോ. അതിൽ പ്രോപ്പർ ആയിട്ടുള്ളത് അഡാപ്റ്റബിലിറ്റി ആയിട്ട് തന്നെ എന്തുണ്ടാവില്ല, ആ ടെസ്റ്റ് ഈ വർഷം ഉണ്ടാവില്ല. ആൻഡ് ഇന്ത്യൻ ആർമി അഗ്നിവീർ റാലിയുടെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ പറയാൻ പോണത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. എൻട്രി ആൻഡ് ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡോക്യുമെന്റ്സ് നോക്കിയിട്ടായിരിക്കും നിങ്ങളെ മിക്കവാറും എൻട്രി ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രിക്ട്ലി വിത്ത് അഡ്മിറ്റ് കാർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ആ അഡ്മിറ്റ് കാർഡും കൊണ്ട് വേണം പോവാൻ. ഫേക്ക് അഡ്മിറ്റ് കാർഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിടും. അതേപോലെ തന്നെ കൈക്കൂലി വാങ്ങുന്ന അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല മക്കളെ. ഇവിടെ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഫിസിക്കലൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പല ആൾക്കാരും നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. ഇതിനായിട്ടൊരു സ്കാമേഴ്സ് ഉണ്ട്. അവരെ വള്ളിയിലൊന്നും വീഴരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, പോവുക, തിരിച്ചു വരിക. പല ആൾക്കാരും പലതും പറയും, പൈസ എന്നാ ജോലി ബാക്കി തരാം, അങ്ങനെ പലതും പറയും. മൈൻഡ് ചെയ്യേണ്ട. കാൻഡിഡേറ്റ്സ് മസ്റ്റ് വെരിഫൈ ഏജ് ആൻഡ് എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി. അതായത് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, പോകുന്നതിന് മുമ്പ് ഏജും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കുക. അണ്ടർ ഏജ് ഓവർ ഏജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, അവിടുന്ന് ഡിസ്ക്വാളിഫൈ ചെയ്ത് വിടുന്നുണ്ടോ. ഡോക്യുമെന്റ്സ് നോക്കിക്കോളൂ. നോട്ട് സെറ്റ് വിത്ത് ഓവർ റൈറ്റിംഗ്, ടാമ്പറിംഗ്, എറേഴ്സ്, അൾട്രേഷൻസ് വിൽ ബി അക്സെപ്റ്റഡ്. അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ യാതൊരു എറേഴ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, ഓൾ ഡോക്യുമെന്റ്സ് ആർ വെരിഫൈഡ് ബൈ ഗവൺമെന്റ് ഏജൻസീസ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈഡ് ബൈ ഗവൺമെന്റ് ഏജൻസി, നോട്ടറി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒക്കെ നോക്കുന്നതാണ്.
ഫേക്ക് ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, ലീഗൽ ആക്ഷനിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ഹാവ് എ ഫോട്ടോ. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇതിനായിട്ടുള്ള ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങുക, ഫോട്ടോ പതിക്കാനുള്ള ഓപ്ഷൻ, ഫോട്ടോ പതിച്ചിട്ട് തന്നെ വാങ്ങുക കേട്ടോ. അല്ല ഫോട്ടോ ഇല്ലാത്തത് റിജക്ട് ചെയ്യും കേട്ടോ. ഇത് പാർട്ടിസിപ്പേഷൻ ഗൈഡ് ലൈൻസിലുള്ളതാണ്. നോ കോമ്പൻസേഷൻ ഫോർ ഇഞ്ചുറി, അങ്ങനത്തെ TAD അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഇഞ്ചുറി പറ്റിയാലും പൈസയും തരത്തിലൊന്നും തരത്തില്ല കേട്ടോ. നിങ്ങൾ പെൻസിലും അതേപോലെ തന്നെ പെന്നും അതേപോലെ ഹാൻഡ് കർച്ചീവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാം ഇതിന് പോകുന്ന സമയത്ത് കേട്ടോ. ഫിസിക്കൽ എന്നിട്ട് പേനൊന്നും കൊണ്ടുപോകാതിരിക്കരുത്. അവിടെ ചെന്നിട്ട് പേനൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവരുത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ മഹത്തായ വിദ്യാർത്ഥികൾക്ക് തന്നെ ഉണ്ടായ കാര്യമാണ്. പേനൊന്നും കൊണ്ടുപോയില്ല, ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും കൊണ്ടുപോകാതെ പോകുന്ന കുറെ വ്യക്തികളുണ്ട്. അതേപോലെ നിങ്ങൾ പോകുന്ന സമയത്ത് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. സ്ട്രിക്ട് ബാൻ ഓൺ പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ്. നിങ്ങൾ ഡ്രഗ്സ് ഈ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ആൻഡ് ഈവൻ ദോ ആരും ഉപയോഗിക്കുന്നില്ല എന്നറിയാം, നമ്മൾ അത്രയും ഇതിലുള്ള ഒരു കാര്യത്തിലാണ് പോകുന്നത്, ഡിസ്പ്ലേ ഉള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. മെഡിക്കലിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഈ കനാബിസ്, അതായത് കനാബിസ് എന്തായിരുന്നു, നമ്മുടെ കഞ്ചാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ ലഹരിയായിട്ടുള്ള സാധനങ്ങൾ യാതൊന്നും മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ ശരീരത്തിൽ കേടാടാ. നമ്മളെ ലഹരി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയാണ്. അതായത് ഇന്ത്യൻ ആർമിയിൽ ആലോചിച്ച് നോക്കി, രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, രാജ്യത്തിന് വേണ്ടി ജീവിക്കുക, മരിക്കുക, ഇതാണ് നമ്മളെ ലഹരി. അല്ലാതെ ഈ ഡ്രഗ്സ് ഒക്കെ നമ്മളൊരു ടെമ്പററി ലഹരിയാണ്, അതൊന്നും അല്ല. നമ്മുടെ ലൈഫിലൊരു നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മൾ ലഹരി എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനത്തെ വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് ഒരിക്കലും എന്നെ മക്കൾ എത്തിപ്പെടരുത് കേട്ടോ. ഇനി റിപ്പോർട്ട് ടു റാലി ക്ലീൻ ഷേവ്ഡ്. വ്യക്തികൾ നിങ്ങൾ പോകുമ്പോൾ ക്ലീൻ ഷേവ് ചെയ്തിട്ട് പോകണം കേട്ടോ. അതേപോലെ ചെസ്റ്റ്, ബിയേഡ്, ഞാൻ പറയാം പച്ചയ്ക്ക് പറയാണ്, നിങ്ങളുടെ താടി പഠിക്കണം, ചെസ്റ്റിലുള്ള രോമങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കണം, കക്ഷത്തിലുള്ളത് പഠിക്കണം. പ്യൂബിക് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പെനിസ്, വജൈന, അവിടെയുള്ള രോമങ്ങളുണ്ടല്ലോ, പ്രോപ്പറായിട്ട് പെനിസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പൊ അവിടുത്തെ ഒക്കെ രോമങ്ങളും കാര്യങ്ങളെല്ലാം അവിടുത്തെ ഹെയർസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടി മക്കളെ. അതേപോലെ തന്നെ ഷോർട്ട് ടു ഹെയർ കട്ട്, ആർമി ഹെയർ കട്ട് ഉണ്ടാവും. എവിടെയെങ്കിലും പോയിട്ട് എന്റെ മുടി നോക്കും, ഇതൊരു ബംഗാളി വണ്ടി വെച്ചാണ്. ഇതേപോലെ എന്ത് ചെയ്യാതെ നന്നായിട്ട് ചെറുതാക്കിയിട്ട് പ്രോപ്പർ നിങ്ങളെ കണ്ടാൽ നിങ്ങൾ ഇതിനും വേണ്ടി വന്നാൻ തോന്നണം. ആൻഡ് വൺസ് നിങ്ങളെ ഗ്രൗണ്ടിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിരിയും കളിയും പോകുമ്പോൾ ഒന്നും പാടില്ല, നല്ല ചീത്തയ്ക്കും, നന്നായിട്ട് ചിലപ്പോൾ പൊട്ടിയെന്നും വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കാൻ വരെ കാരണമാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, നല്ല ഒരു ആർമിക്കാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഒരു സിഗ്നൽസ് നിങ്ങൾ ഒരു മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കണം മക്കളെ. സിക്കാർക്ക് ഇത് എക്സെപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ യു മേ റിക്വയർഡ് വിസിറ്റ് റാലി സൈറ്റ് 2 or 3 times. മേക്ക് ഓൺ അറേഞ്ച്മെന്റ്സ് ഫോർ സ്റ്റേ. നിങ്ങൾ ചിലപ്പോൾ 2 or 3 പ്രാവശ്യം റാലി സൈറ്റുകളിൽ പോകേണ്ടി വരും, അതായത് റീഷെഡ്യൂൾ ചെയ്യുകയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറേഞ്ച്മെന്റ് സ്റ്റേന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കണം. സെലക്ഷൻ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഈസ് നിങ്ങൾ ഇത് മൊത്തം എൻറോൾമെന്റ് ഫോം, ഫിൽഡ് അറ്റ് ട്രെയിനിങ് സെന്റർ, ഇതൊക്കെ നോക്കിയിട്ടാണ്. അതേപോലെ ഫൈനൽ റിസൾട്ട് വിൽ ബി ഡിക്ലെയർഡ് ഓൺലി ഓൺ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫൈനൽ റിപ്പോർട്ട് വരാം. നമ്മൾ അത് പാസ്സാണോ അല്ലയോ നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ സെപ്പറേറ്റ് കോൾ ലെറ്റർ ഒന്നും വരുന്നൊന്നുമില്ല. പിന്നെ പോകുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഫുട്വെയർ കൊണ്ടുപോയിട്ട് വേണം ഓടാനുള്ള ഷൂ. മക്കളെ, നിങ്ങൾ പെട്ടെന്ന് ഒരു പുതിയ ഷൂ ഒന്നും വാങ്ങിയോടെ നിങ്ങൾ ഡെയിലി ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഷൂ ഇല്ലേ, യൂസ് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടായ ഷൂ ഇല്ലേ, അതും കൊണ്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് മക്കളെ. അതേപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഹാർഡ് ടെറൈൻസിൽ പ്രോപ്പർ റണ്ണിങ് ഷൂ ഇല്ലാതെ ഓടരുത്. ആ ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞ ഷൂ എന്നൊക്കെ മാക്സിമം ഓടുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഷിൻ പെയിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഷിൻ പെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ 2 കാല് ഓടുന്ന സമയത്ത് നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ ഹാർഡ് ടെറൈൻസിൽ നിങ്ങൾ കുറെ ദൂരം ഓടിക്കഴിഞ്ഞാലൊക്കെ എന്താണ് ഷിൻ പെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. മാക്സിമം ഗ്രൗണ്ടുകളിൽ ട്രെയിനിങ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ടാറിട്ട റോഡിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പ്രതലങ്ങളിലോ ഓടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഷൂ ഇട്ടിട്ട് ഓടാൻ ശ്രമിക്കാം മാക്സിമം കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ഞാൻ ഇത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ, എൻ്റെ പിള്ളേർ ഉൾപ്പെടെ എന്നോട് 100 വട്ടം ചോദിച്ച കാര്യങ്ങളാണ്. മെഡിക്കൽ എക്സാമിനേഷൻ എപ്പോഴാണ്, എങ്ങനെയാണെന്ന്. കണ്ടക്റ്റഡ് അറ്റ് ദ റാലി സൈറ്റ്. റാലി സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും മക്കളെ. ഇവിടുന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഫ് ഡിക്ലെയർ അൺഫിൽറ്റ് ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫേർഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഹോസ്പിറ്റൽ ഉണ്ട്, നമുക്ക് കൊച്ചിയിലാണ് വരുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, മെഡിക്കൽ ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. അവിടെ പോയി കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്നതിന്റെ ഇരട്ടി അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം, പല്ലിൽ കമ്പി ഇട്ട ആൾക്കാർ ഈ ഫിസിക്കലിന് പോകുന്ന സമയത്ത് കമ്പി ഊരണം. ഇയർ ബാഗ്സ് എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ ചെവിയിലൊക്കെ തോണ്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇയർ ബാഗ്സ് വരും അല്ലെ. അതേപോലെ ചെപ്പി അങ്ങനെ പറയുന്ന സാധനമുണ്ട്. ഇയർ ബാഗ്സ് ക്ലീൻ, ഒരു ENT ഡോക്ടറെ കണ്ടിട്ട് ഇയർ ബാഗ്സ് നോസൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം, നിർബന്ധമാണ്. നഖമൊക്കെ ഒന്ന് വെട്ടണേ. ഓക്കെ. അതേപോലെ തന്നെ
പല്ലിൽ ഈ മഞ്ഞ കറകളൊക്കെ ഉണ്ടാവും. അതേപോലെ ചില ആൾക്കാരെ പല്ലിന്റെ അടിയിൽ ഒരു കാൽസ്യം ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഇതൊക്കെ ഒരു നമ്മുടെ ഡെന്റൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു 100-400 രൂപ കൊടുത്ത് അതിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് തരും. ഓക്കെ, ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാമിന് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പോവരുത്, റീമെഡിക്കൽ അടിച്ച് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയേ ചെയ്യരുത് കേട്ടോ. 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെഫറലും കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ടാവണം. ഓക്കെ, ഈ 5 ദിവസമാണ് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കിട്ടുക. പാൻ കാർഡ് കിട്ടാൻ മക്കളെ 7 മുതൽ 14 ദിവസം വരെ എടുക്കും കേട്ടോ. അപ്പൊ ഇതൊന്നും അവസാനത്തേക്ക് വെക്കരുതേ. പിന്നെ മിലിറ്ററി ഹോസ്പിറ്റൽ മസ്റ്റ് കംപ്ലീറ്റ് 7 days ആസ് പെർ ആർമി പോളിസി. മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയിട്ട് 7 ദിവസത്തിനകം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് എവിടെ നിങ്ങൾ എയറോയിൽ എത്തിച്ചിട്ടുണ്ടാവണം. നല്ല പണിയാണ്. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ട് പോവാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്നാണ് അറൈവ് വെൽ റെസ്റ്റഡ് ആൻഡ് വെൽ ഹൈഡ്രേറ്റഡ്. നിങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണം. അതേപോലെ ബാത്റൂമിലൊക്കെ പോയിട്ട് വേണം നിങ്ങൾ എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഫിസിക്കൽ ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഉറങ്ങണം മക്കളെ. കുറെ ആൾക്കാരുണ്ട് രാവിലെ അവിടെ എത്താൻ വേണ്ടി രാത്രി മുഴുവൻ ട്രാവൽ ചെയ്ത് പോകണേ. മാക്സിമം അത് ഒഴിവാക്കുക. തലേന്ന് രാത്രി പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യുക. ഓക്കെ, ഒരു 1000-2000 ആയാലും കുഴപ്പമില്ല. റൂമൊക്കെ എടുത്ത് നിങ്ങൾ കൂട്ടുകാരെ കൂട്ടി പോകുമ്പോൾ അവിടെ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യുക മാക്സിമം. മെയിൻലി ഹൈജീൻ ആൻഡ് ഗ്രൂമിങ് ആസ് പെർ ആർമി നോംസ്. നിങ്ങൾ ഹൈജീനായിട്ട് താടി മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് പോകണം. എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും അതായത് എല്ലാ കാര്യങ്ങളെല്ലാം പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട്, മരുന്ന് കുടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ആൻഡ് ഇനി നോക്കിക്കോ, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യും, TLC DLC എല്ലാം ചെക്ക് ചെയ്യും. യൂറിൻ എല്ലാം റൂട്ടീൻ എക്സാമിൻ ഉണ്ടാവും, മൈക്രോസ്കോപ്പി എക്സാമിനേഷൻ ഉണ്ടാവും. ബയോകെമിസ്ട്രി നിങ്ങൾ ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ആൻഡ് PP ഉണ്ടാവും. അതേപോലെ സെറം കൊളസ്ട്രോൾ ഉണ്ടാവും, യൂറിക് ആസിഡ്, ക്രിയാറ്റിനും വരെ ടെസ്റ്റ് ചെയ്യും. കുറേ എണ്ണം ഉണ്ട്. എന്ത് ചെയ്യുന്ന ക്രിയാറ്റിനൊക്കെ അടിച്ചു കയറ്റുന്ന ആൾക്കാരുണ്ട്. മസിൽ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നിർത്തിക്കൊള്ളുക. ക്രിയാറ്റിൻ നോർമൽ ആയിരിക്കണം. സെറം ബിലിറൂബിൻ, SGOT, SGPT ഉണ്ടാവും. PAB പോസ്റ്റീരിയർ ആന്റീരിയർ, ചെസ്റ്റ് എക്സ്റേയുടെ ചെസ്റ്റിന്റെ പോസ്റ്റീരിയർ ഉണ്ടാവും, ആന്റീരിയർ ഉണ്ടാവും. അതായത് നമ്മുടെ ശ്വാസകോശം മൊത്തം വരുന്ന ഏരിയ അല്ലേ, അതിന്റെ മുകൾ ഭാഗവും അതായത് താഴ്ഭാഗം എല്ലാം എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് എക്സ്റേ എടുക്കും കേട്ടോ. ECG ഉണ്ടാവും, റെസ്റ്റിംഗ് ECG ഉണ്ടാവും കേട്ടോ. അതേപോലെ ഡ്രഗ് സ്ക്രീനിങ് ഫോർ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് പോയാൽ നിങ്ങൾ അവിടെ കാലകാലം പോലീസ് കേസായിട്ട് അകത്ത് കിടക്കേണ്ടി വരും. സോ ഇതിന് പോകുന്നതിന്റെ 3 മാസം മുമ്പെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിർത്തിയിട്ടുണ്ടാവണം. മിനിമം 1 മാസത്തിന് മുമ്പെങ്കിലും നിങ്ങൾ 3 മാസം വരെ ഡ്രഗ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളെ ഇവിടെ കാണുന്നതാണ് ലാസ്റ്റ് നടത്തിയ പഠനത്തിൽ കണ്ടത്. ഓക്കെ, ഈ ഇന്ത്യയിൽ എത്തിയെന്ന് അറിയില്ല. എന്തായാലും ഡ്രഗ്സ് യൂസ് ചെയ്ത ആൾക്കാർ ഇങ്ങോട്ട് പോകണ്ട, ഇതിനു വേണ്ടി പോകണ്ട. അത് ഡീംഡ് നെസസറി ബൈ ദ മെഡിക്കൽ ഓഫീസർ. അഡീഷണൽ ടെസ്റ്റുകൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ വെരിക്കോസ് ഉണ്ടാവും, അതേപോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും പൈൽസിന്റെ ടെസ്റ്റുകൾ, അങ്ങനത്തെ വെർണിയന്റെ ടെസ്റ്റുകൾ എന്തെങ്കിലും ഡോക്ടർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരത് റെഫർ ചെയ്യും കേട്ടോ. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ ടിപ്പുകൾ ഞാൻ ഒന്നും കൂടി പറയാം. ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. പ്രാക്ടീസ് ഡെയിലി, എയിം ഫോർ വൺ ടൈമിങ്. അതായത് നമ്മൾ 5.5 മിനിറ്റ് കൊണ്ട് ഓടി എത്തണം, GD ടൈമിങ്ങിന് ഓടി എത്തണം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റണ്ണിങ് ഷൂ നിങ്ങൾ യൂസ് ചെയ്യണം. അതായത് റാലി സർഫേസ് റോഡ് ആയിരിക്കാം, അതുപോലെ ഹാർഡ് സർഫേസ് ആയിരിക്കാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈറ്റ് വെയിറ്റ്, ഭയങ്കര വെയിറ്റ്. ഗോൾഡ് സ്റ്റാർ ഞാൻ വേണ്ടെന്ന് പറയാൻ കാരണം നല്ല വെയിറ്റ് ആണ്. ഓക്കെ, ഡെക്കത്തോണിലൊക്കെ 1600 രൂപയ്ക്ക് നല്ലൊരു റണ്ണിങ് ഷൂ ഉണ്ട്, വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾ അവിടെ പോയിട്ട് ഓൺലൈനിൽ വാങ്ങണ്ട, അവിടെ പോയിട്ട് ഇട്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയ. ഡെക്കത്തോണിൽ ഞാൻ കണ്ടാണ്, ഞാൻ എൻ്റെ പിള്ളേർക്ക് റെഫർ ചെയ്യുന്ന 1600 രൂപയാണ് അതിന്റെ വില കേട്ടോ. ഇനി ഇവിടെ മക്കളെ പൈസ ഇല്ലാത്തതിന്റെ കേസിൽ ആർക്കെങ്കിലും റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ടെങ്കിൽ, എനിക്കറിയാം എല്ലാവരും ഒന്നും നല്ല പൈസയുള്ള വീട്ടിലല്ല. അപ്പൊ ആർക്കെങ്കിലും റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, സ്പോൺസർ ചെയ്യാം കേട്ടോ. ഞങ്ങൾ സ്പോൺസർ ചെയ്യാൻ റെഡിയാണ്. എന്തെങ്കിലും ട്രെയിൻ ടിക്കറ്റോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വിളിക്കാം. എല്ലാവരും ഒന്നും വിളിക്കരുത് മക്കളെ, അത്രയ്ക്ക് ഇല്ലാത്ത ആൾക്കാർ. നമ്മളും കുറേ ഉള്ള ആൾക്കാരൊന്നല്ല, നമ്മൾ ഇതേപോലെ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മളിലും കുറേ ഒന്നുമില്ല, നമ്മൾ തന്നെ 1-2 പേര് സ്പോൺസർ ചെയ്യുന്നതാണ്, നമ്മൾ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നതാണ്, കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണ്ട. നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ പിള്ളേരുണ്ടാവും, എക്സാം എഴുതാനും പഠിക്കാനൊന്നും പൈസ ഇല്ലാത്ത. അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ സഹായിച്ചാൽ മാത്രം മതി മക്കളെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ പോവാതിരിക്കരുത്, എന്തായാലും പോകണം കേട്ടോ. ട്രെയിൻ വിത്ത് ഇന്റർവെൽ സ്പ്രിന്റ്സ് ആൻഡ് എൻഡ്യൂറൻസ് റണ്ണിങ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റർവെൽ ആയിട്ട് സ്പ്രിന്റ് അടിക്കണം. അതുപോലെ മാക്സിമം എൻഡ്യൂറൻസ്, നിങ്ങളെ വർക്കൗട്ടിന്റെ ഇതുണ്ടല്ലോ, സ്റ്റാമിന ഒക്കെ കൂട്ടണം കേട്ടോ. 2 പുള്ളപ്സ് ആണ്, മിനിമം 6 പുള്ളപ്പ്, ഇവർ 10 പുള്ളപ്പ്. ആദ്യം തന്നെ പുള്ളപ്പ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ ആദ്യം കൂട്ടി ഞാൻ പുള്ളപ്പ് എടുക്കുന്നു പറയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചു നേരം തൂങ്ങിക്കിടക്കുക. നിങ്ങളുടെ കൈകൾക്ക് ആദ്യം പുഷപ്പ് അടിച്ച് പുള്ളപ്പ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളെ കൈകൾക്ക്, നമ്മുടെ കാലിന് നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ലേ, അതേപോലെ നമ്മളെ കൈക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുള്ളപ്പ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കൈക്ക് ബലം കൊടുത്തിട്ട് നമ്മുടെ ബോഡിയിലെ മൊത്തം വെയിറ്റ് നമ്മളവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കയ്യിൽ പറ്റിയിട്ട് കൈ നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ
നിങ്ങൾ ആദ്യം പുഷപ്പ് എടുത്ത് പ്രോപ്പറായിട്ട് പുള്ളപ്പിലേക്ക് പോവുക. ഇനി സമയമില്ല, അതുകൊണ്ട് ആദ്യം തൂങ്ങിക്കിടുക. എന്നിട്ട് മെല്ലെ മെല്ലെ, ഫസ്റ്റ് ദിവസം പറ്റാത്ത ആൾക്കാർ മെല്ലെ മെല്ലെ പുള്ളപ്പ് എടുക്കാൻ പറ്റും കേട്ടോ, എന്തായാലും പറ്റും. ആൻഡ് അതേപോലെ തന്നെ ഫോക്കസ് ഓൺ ഫോം ഫുൾ ആം സ്ട്രെച്ച്, ചിൻ എബോവ് ബാർ. അതായത് മാക്സിമം ചിൻ എന്ത് ചെയ്യണം, ബാറിന്റെ മേലെ വരണം പുള്ളപ്പ് എടുക്കുന്ന ആൾക്കാർ. അതായത് ഇതാണ് നിങ്ങളുടെ ബാർ എന്നുണ്ടെങ്കിൽ, പുള്ളപ്പ് ബാർ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക അല്ലേ. ഇവിടുന്ന് പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത് ചിൻ എന്ത് ചെയ്യണം, ഇതിന്റെ മേലെ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പുള്ളപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ജംപ് പ്രാക്ടീസ്, ലോങ് ജമ്പ് ടാർഗറ്റ് 10 ഫീറ്റ് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, വർക്ക് ഓൺ കോർ ആൻഡ് ലെഗ് പവറിൽ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ഹൈ ജമ്പ് എന്ത് ചെയ്യുക, മിനിമം 3 ഫീറ്റിൽ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ റിക്കവറി ആൻഡ് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെയിനോ കാര്യങ്ങളോ വരികയാണെങ്കിൽ റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. ഷിൻ പെയിൻ വന്നാൽ മക്കളെ റെസ്റ്റ് എടുത്താൽ മാത്രമേ മാറുള്ളൂ. പിന്നെ നിങ്ങൾ ട്രെയിനിങ്ങിന് ഷിൻ പെയിൻ വന്നിട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് 7 മണിക്കൂർ നിങ്ങൾ ഉറക്കണ്ടാവണം മിനിമം. അതേപോലെ തന്നെ ഹൈഡ്രേറ്റ്, നന്നായി 2 അല്ല 3 ലിറ്റർ വെള്ളം കുടിച്ചോളാം. നല്ല രീതിയിൽ ബോഡി വർക്ക് ചെയ്ത് ഇറക്കേണ്ടതാണ്. ഓക്കെ, ഡയറ്റും ബാലൻസ് ആയിരിക്കണം. ഇനി അങ്ങോട്ടേക്ക് മന്തി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നല്ല ഫുഡ്, ഹെൽത്തി ഫുഡുകൾ കഴിക്കുക കേട്ടോ. ഫുഡിന്റെ ഡയറ്റ് പ്ലാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ, ടെലഗ്രാം അല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഫിസിക്കലിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി മെഡിക്കൽ ടിപ്പാണ്, മെഡിക്കൽ ടെസ്റ്റിന്റെ ടിപ്പാണ് പറയുന്നത്. അതായത് ആദ്യം നിങ്ങളൊരു മെയിൻറ്റെയിൻ ഐഡിയൽ ഹെൽത്ത്. വീട്ടിൽ ആർക്കെങ്കിലും പനിയോ അതേപോലെ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അവർ അടുത്ത് കൂടെ പോകരുത്, വിട്ടിരുന്നോണം. കുറച്ചു കാലത്തേക്ക് പുറത്തോട്ടൊന്നും വല്ലാണ്ട് ഇറങ്ങണ്ട, പുറത്തുനിന്ന് വെള്ളമൊന്നും കുടിക്കണ്ട. മഞ്ഞപ്പിത്തൊക്കെ നല്ല കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്, ഡെങ്കിപ്പനി ഉൾപ്പെടെ. ഓക്കെ, ട്രീറ്റ് മൈനർ വുഡ്, ചെറിയ ചെറിയ മുറികൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ആക്നേസ്, മുഖക്കുരു കണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുക. സ്കിൻ കണ്ടീഷൻ അഡ്വാൻസ്, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ കണ്ണാടി എടുത്തിട്ട് കണ്ണാടിയുടെ പുറത്ത് നിങ്ങൾക്ക് ചുണങ്ങുണ്ടാവും അല്ലെ. ഞാൻ വേണമെങ്കിൽ ഇമേജ് ഇവിടെ കാണിച്ചുതരാം. ഇങ്ങനെയുള്ള പാണ്ടുകൾ ഉണ്ടാവും, അതേപോലെ റിംഗ് വേം ഉണ്ടാവും. ഓക്കെ, റിംഗ് വേമിന്റെ ഇമേജ് ഞാനിവിടെ കാണിച്ചുതരാം. ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. അതായത് റിംഗ് വേം ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യും മക്കളെ. അപ്പോൾ ഓറൽ ആൻഡ് ഹൈ ഹൈജീൻ ഞാൻ പറഞ്ഞു നേരത്തെ. ഓറൽ ആൻഡ് ഐയുടെയും ഇതിൻ്റെയൊക്കെ 2 നേരം നിങ്ങൾ പല്ല് തേക്കണം. അതേപോലെ ക്ലീൻ ടങ്ക്. മക്കളെ പല്ലിന്റെ കാര്യത്തിൽ കുറെ പേര് ചോദിക്കുന്നുണ്ട്, പല്ല് പറിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോന്ന്. നമ്മൾ ചോദിക്കുന്നത് 14 ഡെന്റൽ പോയിന്റ്സ് ആണ്. 14 ഡെന്റൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ പേയേഴ്സ് ആണ് കേട്ടോ. 40 പേയേഴ്സ് ഓഫ് ഡെന്റൽ പോയിന്റ്സ് ആണ്. 28 പല്ലുകൾ. ഒരു മനുഷ്യന് 32 പല്ലുകളാണ് ഉണ്ടാവുക. 4 എണ്ണം നമ്മൾ വിസ്ഡം ഓഫ് ടൂത്ത് ഓഫ് വിസ്ഡം എന്ന് പറയും. അതായത് നമ്മൾ മലയാളത്തിൽ എന്താ പറയാ, വിവേകദന്തങ്ങൾ എന്നൊക്കെ പറയും. അത് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അതും കൂടി കൂട്ടിയിട്ട് 28 പല്ലുകൾ ഉണ്ടായി. 4 പല്ല് പോയാലോ വന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി വിസിറ്റ് ഡെന്റിസ്റ്റ് ആൻഡ് ഐ സ്പെഷ്യലിസ്റ്റ് ബിഫോർ റാലി ഫോർ പ്രീ ചെക്ക്. നിങ്ങൾ എന്തായാലും മക്കളെ പോയി കണ്ടിട്ടുണ്ടാവണം കേട്ടോ, നിർബന്ധമാണ്. ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ ഡ്രഗ് യൂസേജ്. ഡ്രഗ്, ടുബാക്കോ, ആൽക്കോൾ, ഇനി എനി ബാൻഡ് സബ്സ്റ്റൻസസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ ഫെയിലിയർ ആവും അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യും കേട്ടോ. പിന്നെ ഡ്രഗ്സ്, മറ്റേ നാർക്കോട്ടിക്സ് എന്തെങ്കിലും സബ്ജക്റ്റുകളാണെങ്കിൽ നിങ്ങളെ പിടിച്ച് അകത്ത് വിടുക കേട്ടോ. മര്യാദയ്ക്ക് ഉറങ്ങിയില്ലെങ്കിലും അതേപോലെ തന്നെ വെള്ളം കുടിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല പണി കിട്ടും. നല്ല പെട്ടെന്ന് ടയർഡാവും, ചിലപ്പോൾ പ്രഷറും കാര്യങ്ങളും കുറഞ്ഞേക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബോഡി നല്ല രീതിയിൽ വീക്ക് ആവും. പിന്നെ നിങ്ങൾക്ക് ഓടി കയറാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ വേണ്ട. നന്നായിട്ട് പ്രോപ്പറായിട്ട് ഉറങ്ങണം, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ പ്രോട്ടീൻ ടേക്സും സപ്ലിമെന്റ്സും ഞാൻ പറഞ്ഞ പോലെ കെറിയാറ്റിനൊക്കെ എടുക്കൽ നിർത്തുക. ഈ വീഡിയോ കാണുന്ന നിമിഷം തൊട്ട് നിർത്തുക കേട്ടോ. ഇനി ഫൈനൽ ചെക്ക് ലിസ്റ്റ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ട് പോയാൽ മതി. ആദ്യം ഹെയർ കട്ട് ആൻഡ് ഷേവ്. നിങ്ങളുടെ അണ്ടർ ആംസ്, പ്യൂബിക് ഹെയർസ്, താടി, മുടി എല്ലാം പ്രോപ്പറായിട്ട് ഷേവ് ചെയ്തിട്ടുണ്ടാവണം. ഒറിജിനൽ ഡോക്യുമെന്റ്സ് റെഡി ആയിരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സായി സാറിനെ കണക്ട് ചെയ്തോണം കേട്ടോ. നിങ്ങൾക്ക് ഞാനുണ്ട് ഇവിടെ, എന്നോട് ചോദിക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളാം. ആൻഡ് പ്രാക്ടീസ് ഇൻഡെമിനിറ്റി ബോണ്ട് ആൻഡ് സൈനിങ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ മര്യാദയ്ക്ക് എന്ത് ചെയ്യാം, ഒപ്പൊക്കെ പഠിക്കുക. ഒപ്പ് പല ഒപ്പുകളാവാതിരിക്കുക. കുറെ പേർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ആരെയും കുറച്ച് പറയല്ല, ഒപ്പുകളൊക്കെ മാക്സിമം നോക്കുക. അഡ്മിറ്റ് കാർഡിന്റെ 2 കോപ്പി എടുത്തോണം, 1 കോപ്പി കാണാതായ ചരിത്രമുണ്ട്. പ്രോപ്പർ റണ്ണിങ് ഷൂസ് വാങ്ങണം. ഓക്കെ, പൈസ ഇല്ലെങ്കിൽ റണ്ണിങ് ഷൂവിന്റെ 1600 രൂപ നമുക്ക് തരാനില്ല. പൈസ ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും റണ്ണിങ് ഷൂ ഒക്കെ ഒപ്പിക്കുക. ആൻഡ് ദ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ വരുന്നുണ്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും. പ്രൊമോഷൻ അല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയുള്ള പൈസ കുറച്ച് ചെയ്യാൻ പറ്റുന്നത് അതാ ഞാൻ പറഞ്ഞു തരുന്ന. ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു 1000 ഉള്ളത് എന്തായാലും ഒരു 600 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ സമയത്ത് ഷൂവോ കാര്യങ്ങളോ വാങ്ങണമെങ്കിൽ വാങ്ങാം. ആൻഡ് മാക്സിമം നിങ്ങൾ ബ്രീത്തിങ് ആയിട്ടുള്ള പോകുന്ന സമയത്ത് ട്രൗസേഴ്സ് അല്ലെങ്കിൽ ട്രാക്ക് പാൻറ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്രീത്തബിൾ ആയിട്ടുള്ള സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഭയങ്കര ടൈറ്റ് അല്ലാതെ നിൽക്കുന്ന ട്രാക്ക് പാൻറ്റുകളൊക്കെ യൂസ് ചെയ്യുക. ടവലും സോപ്പും വാട്ടർ ബോട്ടിലും എല്ലാം കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങളാ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് ഇനി ഇതിനെ കിട്ടാത്ത പിള്ളേരുണ്ടെങ്കിൽ ഒരു പേടിയും മടിയും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫെയിൽ ആയെന്ന് വെച്ചാൽ നമ്മൾ നിർത്തുന്നില്ല.
നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രിയോ കാര്യങ്ങളോ എടുത്തുള്ള കോളേജ് പോയിട്ട് ഇനി ഡിഗ്രി എടുക്കരുത് മക്കളെ. 4 വർഷം പോകുന്ന ഡിസ്റ്റൻസ് ഡിഗ്രികളുണ്ട്. ആ ഡിഗ്രികൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആർമിയിൽ കിട്ടിയ പിള്ളേർക്കും ഡിസ്റ്റൻസ് ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. ഈ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേടിയും വേണ്ട, ഞങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾ അടുത്ത എക്സാം നമ്മൾ എന്ത് ചെയ്യും, ഒന്നിച്ച് ക്രാക്ക് ചെയ്യും കേട്ടോ. ഞങ്ങളുള്ള വിശ്വാസത്തിൽ തന്നെ ഇങ്ങ് പോരും. നമ്മൾ അടുത്ത എക്സാംസിന് വേണ്ടി ഇനി GD വിളിക്കാനുണ്ട്, അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന് എക്സാം വരുന്നുണ്ട്, കുറെ എക്സാംസ് ഇനി അടുത്ത വർഷത്തെ വരാനുണ്ട്. ഒരു പേടിയും വേണ്ട, ഇങ്ങ് പോരും. ഏതെങ്കിലും ഒരു മേഖലയിൽ ഞങ്ങൾ പാസ്സാക്കി തന്നിരിക്കും. പിന്നെ അതേപോലെ കേരള ഫോറസ്റ്റ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. കേരള ഫോറസ്റ്റ് നമ്മൾ സാധാരണ PSC ഞാൻ സപ്പോർട്ട് ചെയ്യാത്തതാണ്, ആൻഡ് ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് പിന്നെയും സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇനി നമ്മൾ കേരള PSCന്റെ അപ്ഡേഷൻസ് കൂടി നിങ്ങൾക്ക് തരാം. നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ PSCക്ക് അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിഗ്രി അതങ്ങനത്തെ വേണ്ടി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇത്രയും നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്കും വേണ്ടിയിട്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് നോളജ് ഷെയർ ചെയ്യാനാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ മക്കളെ എന്നോട് ചോദിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള കോഴ്സുകൾ, അതായത് ആർമി ആണെങ്കിലും ശരി, എയർഫോഴ്സ് ആണെങ്കിലും ശരി, SSCയുടെ ഏത് കോഴ്സുകളും നെക്സ്റ്റ് ഇയറിലേക്കുള്ള 2026 ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാക്കാന്നുള്ള രീതിയിലാണ്. അടുത്ത എക്സാം നമ്മൾ പാസ്സാവും. അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്റെ ഉറപ്പാണ് മക്കളെ. അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.